ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡ്രഗ്സ് ആണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കഴിഞ്ഞൊരു കൊല്ലത്തിന് മുന്നേ ഞാൻ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, എല്ലാ തരത്തിലുള്ള ഡ്രഗ്സും പുള്ളി യൂസ് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് പുള്ളി ഓവർകം ചെയ്തായിരുന്നു. പുള്ളി അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ധ്യാൻ ശ്രീനിവാസനെ കാണാൻ കഴിയുന്നതും. അപ്പോൾ ഇന്നലെ ആ ഒരു വീഡിയോനെ ബേസ് ചെയ്ത ഒരു ഫീച്ചർ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ ഒരു ഫീച്ചർ ഇതാണ്, അതൊന്ന് കാണേക്ക്. തുടർന്ന് മദ്യം പോരെന്നായി 2013 ഓർഗാനിക് ലഹരി മരുന്നിലേക്ക് കടന്നു. ഉപയോഗിച്ച് അതിലും തൃപ്തനല്ലാതെയായി. 2018 ആയപ്പോഴേക്കും സിന്തറ്റിക് ലഹരിയിൽ അഭയം തേടി. പക്ഷേ അത് അധികം നീണ്ടില്ല. കാലം തിരിച്ചറിവ് തന്നു. ലഹരിയോട് നോ പറഞ്ഞു. അതെൻ്റെ നശിച്ച കാലമായിരുന്നു. എൻ്റെ കുഞ്ഞു വന്നതോടെ ജീവിതത്തിലെ എല്ലാം മാറി. ഇതാണ് ഇന്നലെ ഇറങ്ങിയ ഒരു ഫീച്ചർ. ഇത് കണ്ടപ്പോഴാണ് ആ പണ്ട് കണ്ട ഒരു വീഡിയോ ഞാൻ ഓർക്കുന്നതും അത് ആൾക്കാരിലോട്ട് എത്തണം. കുറച്ചും കൂടി മീൻസ് പണ്ടത്തെ വീഡിയോ തന്നെ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും നമ്മുടെ ആൾക്കാരത് കാണണം എന്ന് തോന്നിയത്. കാരണം ഒരാൾക്ക് ആ ഒരു ലഹരി നിർത്തിയത് കൊണ്ട് പുള്ളിയുടെ ലൈഫിൽ എന്തോരം മാറ്റം വന്നു. ഇന്ന് കാണുന്ന ധ്യാൻ ശ്രീനിവാസൻ അത് ആ ലഹരി നിർത്തിയത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ, പണ്ടത്തെ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം, അതൊന്ന് കണ്ടേക്ക്. സിന്തറ്റിക്കിലോട്ട് പോയി. സിന്തറ്റിക് ഞാൻ എൻ്റെ ഒരു 19 വയസ്സിൽ ഞാൻ വിട്ടതാണ്. 20 വയസ്സിലൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ കോളേജ് സമയത്ത് ഞാൻ സിന്തറ്റിക്, കാരണം ഞാൻ ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭീകരം എന്ന് വെച്ചാൽ തിന്നുന്ന പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ 19, 20, 21, കാരണം സിന്തറ്റിക്കും കൂടെ വന്നപ്പോഴാണ്, മദ്യവും സിന്തറ്റിക്കും കൂടെ ഉള്ള സമയത്തായിരുന്നു എനിക്ക് ഈ പറഞ്ഞ അച്ഛനായിട്ടുള്ള ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ. അല്ലെങ്കിൽ ശ്രീനിവാസനെ ഒരാൾ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുമോ? ഒരിക്കലും പറ്റില്ല. ഒരു മലയാളി ചെയ്യൂല, അല്ലെങ്കിൽ ഒരാൾക്കും പറ്റില്ല. സ്വന്തം മകൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട്. ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ ഒരു പിടുത്തമില്ല. പെട്ടെന്നുള്ളൊരു അഡ്രിനലിൻ റഷ്, എന്ത് പറയുന്നതെന്ന് അറിയില്ല, ഔട്ട് ബേസ്റ്റ് ഇതായിരുന്നു അന്നത്തെ. ഇന്ന് അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ല. കാരണം സിന്തറ്റിക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ, ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും, ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ ഇതിങ്ങനെ റഷ് ഇടക്കിടക്ക് ഈ സാധനം. അപ്പം നമ്മളെ ഭയങ്കര സുപ്പീരിയോറിറ്റി സാധനം കയറും. ഇത് നമ്മളെന്തോ സംഭവമാണെന്നുള്ളൊരു സാധനം ഒന്നുമല്ല, നമ്മൾ ഇത് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആ സിന്തറ്റിക് ഞാൻ 19 വയസ്സിൽ കാണുമ്പോൾ അന്ന് കൊക്കൈനൊക്കെ ഉള്ളൂ. ഈ MDMA ഒക്കെ വളരെ ഇതാണ്. അപ്പം ഞാൻ 2020 കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സിന്തറ്റിക്കിൽ ഭീകരമായിട്ടുള്ള സിനിമ, മലയാള സിനിമയും ഓർഗാനിക് ഒന്നും ആർക്കും വേണ്ട. എനിക്ക് ആ വാക്ക്, എൻ്റെ പേര് പറയുന്നത് എനിക്ക് അപ്പം ഞാൻ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ. കാരണം ഞാനിപ്പോൾ ചോദിക്കുന്നതിന് തുറന്നു പറച്ചിലും എൻ്റെ ചോദ്യവും ഞാൻ എൻ്റെ തുറന്നു പറച്ചിലും പോലെ അത് ഉൾക്കൊള്ളേണ്ട ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ. കാരണം ഇതിന് പ്രതിരോധം ഉൾക്കൊണ്ട് ചിലപ്പോൾ നിർത്തുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് മാത്രം ചോദിക്കുന്നത്. കാരണം എൻ്റെ ലൈഫ് തൊലച്ചത്, എൻ്റെ പഠനം ഇല്ലാതാക്കിയത്, എൻ്റെ പ്രണയം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എല്ലാം തൊലച്ചത് സിന്തറ്റിക്ക. അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ച, അല്ലെങ്കിൽ അവസാനം ഞാൻ കരഞ്ഞത് ആ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എൻ്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലൈഫ് നമ്മൾ ഒന്നുമില്ല കൈകളെ, ഏറ്റവും വലിയ നമ്മുടെ ശരീരം ഇല്ല കൈകളെ. ധ്യാൻ പറഞ്ഞത് കേട്ടല്ലോ, ഇത് പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ ധ്യാൻ തന്നെയാണ്. കാരണം പുള്ളി ഇപ്പോൾ പോകുന്ന ലൈഫ്, പുള്ളി ഇപ്പോൾ എത്ര ഹാപ്പിയാണ്, പുള്ളിയുടെ ഹാപ്പിനെസ് നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അന്വേഷിച്ച് പോകാറുണ്ട്. ധ്യാൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ധ്യാൻ്റെ ഫേസ് വെച്ചേക്കുന്ന ഒരു തമ്മിൽ കണ്ട് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചിരിക്കാനുണ്ടാവും. ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാണ് ഈ ഒരു ലൈഫിലോട്ട് പുള്ളി എത്തിയത്. പുള്ളി അന്ന് എടുത്ത ഡിസിഷൻ തന്നെയാണ്, അതായത് ലഹരിയോട് നോ പറയല്. നമ്മുടെ ബോഡീനെ മാത്രമല്ല അത് നശിപ്പിക്കണത്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ മെൻ്റൽ പീസ്, നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറേ ആൾക്കാരുടെ സന്തോഷം, നമ്മുടെ ഫാമിലി, ഇതൊക്കെ ആ ഒരു ഡ്രഗിൻ്റെ അഡിക്ഷനിൽ നമ്മളിന്ന് വിട്ടു പോകും. പിന്നെ ഇത് നിർത്താൻ പറ്റാത്ത കാര്യമല്ല. ഇത്രയും ധ്യാൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പുള്ളി എത്രമാത്രം അത് അഡിക്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. പുള്ളി അത് തിന്നെയായിരുന്നു എന്നുള്ള രീതിക്ക് പുള്ളി സംസാരിച്ചത്. പുള്ളി ഒരു ഫൺ രീതിക്ക് പറയുവാണെങ്കിലും പുള്ളി അതെന്തോരം അനുഭവിച്ചിട്ടായിരിക്കാം പുള്ളി അതിൽ നിന്ന് റിക്കവർ ചെയ്തത്. അപ്പോൾ ഇത് നിർത്താൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ധ്യാനം നിർത്താൻ പറ്റുമെങ്കിൽ ആർക്കും നിർത്താൻ പറ്റും. പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും ആയിരിക്കുന്നില്ല. ഉറപ്പായിട്ടും ഡ്രഗ്സ് ഒരിക്കലും നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ തരത്തില്ല. ധ്യാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്രിനലിൻ റഷ് മാത്രം കുറച്ച് നേരത്തേക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസൊക്കെ താഴത്തോട്ട് പോകും, നിങ്ങൾ ഒരു മന്ദാവസ്ഥയിൽ പോകും. സോ ഈ ഒരു എക്സാമ്പിൾ എനിക്ക് നിങ്ങളുടെ അടുത്തോട്ട് ഇനി എത്തണമെന്നുണ്ടായിരുന്നു. ഓൾറെഡി കുറേ ആൾക്കാർ ഈ വീഡിയോ കണ്ടതാണ്, എന്നാലും ഇനിയും ആൾക്കാർ കാണട്ടെ, കണ്ടവരെ ഒന്നും കൂടി ഓർമ്മിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ഡ്രഗ്സ്
അത്ര നല്ല കാര്യം, അത്രയും നല്ല ഡ്രഗ്സ് നല്ലതേ അല്ല. ഓർഗാനിക് ആണെങ്കിലും സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിലും ഈവൻ ആൽക്കഹോൾ ആണെങ്കിലും അത്ര നല്ലതൊന്നും അല്ല. സോ ഇതിനോടൊക്കെ നമ്മൾ നോ പറയാൻ പഠിക്കുക. സോ ഡ്രഗ്സ് എത്രമാത്രം ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കുക, അതിലോട്ടൊന്നും ചെന്ന് വീഴാണ്ടിരിക്കുക. വീണവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കരകയറാൻ ട്രൈ ചെയ്യുക, റിക്കവർ ആവുക. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് വെറുതെ ഒരു അഡിക്ഷൻ്റെ പേരിൽ തുലയ്ക്കണോ എന്ന് ആലോചിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.